അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെ മുതലാളിയുടെ വീട്ടിലിട്ടാ മുതലാളിയുടെ വൈഫ് ഫെബിന. സഫേ, നീ ഇന്ന് പോകുന്നില്ലേ? ഹേ, ഞാൻ ഇന്ന് ലീവാണ് ട്ടാ. എന്തടി, എന്തെങ്കിലും വയ്യായി ഉണ്ടോ? ഹേ, എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. എന്നാ വാ, ഇങ്ങോട്ട് വാ, അടിയിൽ വന്ന് കിടക്ക്. ഞാൻ മുകളിൽ അങ്ങനെ കിടക്കണ്ട കേട്ടോ, വയ്യാതെ. വേഗം വാ. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാട്ടോ. എന്നാ ഞാൻ ചൂടുള്ള ചായ കൊണ്ടുവരാട്ടോ. ഹേ, വേണ്ട. പഠിച്ചോനെ ഇത്ത. അങ്ങനെ സഫമോൾ വേഗം ഇറങ്ങി വന്നുട്ടോ. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും വിചാരിച്ചിട്ട്. എന്തിനാ മോളെ വയ്യാതെ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. എന്നോട് മുതലാളി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാന്. മോളെ, നീയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ മുതലാളിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാ. ഞങ്ങളെ വീട് ഉറങ്ങിക്കിടക്കുകയായിനി. മുതലാളിയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോളില്ലേ, എനിക്ക് സത്യം പറഞ്ഞ നിങ്ങൾ വന്നത് കൊണ്ടല്ലേ എന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതിട്ടോ. ഡോക്ടറെ അടുത്ത് പോകണം മോളെ. ഹേ, വേണ്ട. അധികം ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ. നല്ലോണം വിശ്രമിക്കൂട്ടോ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ചിലപ്പോ മാറും. ഇൻഷാ അല്ലാ. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ കേട്ടോ. ഓ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ടിട്ടാ. മടി കാണിക്കണ്ട കേട്ടോ മോളെ. ഓ, മടിയൊന്നും ഇല്ലത്താ ഫെബിനത്താ. ആയിക്കോട്ടെ മോളെ. അങ്ങനെ സപ്പമോൾ കിടന്നുറങ്ങിട്ടാ. വൈകുന്നേരമായപ്പോ സെലി വന്നു കേട്ടോ. സെലി വന്നപ്പോ സഫ നീ ഉറങ്ങാടാ? നിനക്ക് എന്തേ സുഖമില്ലേ? എനിക്ക് സുഖമുണ്ട്. ഞാൻ കുറേ ഉറങ്ങിയില്ലടാ. നോക്കിയാ ഫെബിനത്തെ ചൂടുള്ള ചായയൊക്കെ കൊണ്ടുവന്ന്, വെള്ളം വേണോ ഒക്കെ പറഞ്ഞെല്ലാം കൊണ്ടുവന്ന്. എന്ത് നല്ല സ്നേഹടാ അതിന്. പാവല്ലേ, എനിക്ക് പാവം തോന്നാട്ടോ. എന്നെ ശരി അറിയാം, പാവുണ്ട്. നമുക്ക് അങ്ങനെ നല്ലോണം അതിനെ അങ്ങോട്ട് സ്നേഹിക്കണം കേട്ടോ. അങ്ങനെ ഫെബിനത്ത, എടി വാ, ചായ ഉണ്ടാക്ക നമ്മള്. ഞാൻ ഉണ്ടാക്കാട്ടോ. വേണ്ട മോളെ, ഞാൻ ഉണ്ടാക്കി തരാ. ഇങ്ങോട്ട് മാറി നിൽക്കി. നിങ്ങൾ പോയാണേ, നിങ്ങൾ അവിടെ പോയി ഇരിക്കി. ഞാൻ ഉണ്ടാക്കി ചായ അങ്ങോട്ട് കൊണ്ടുവരാട്ടോ. പിന്നെ ഇത്ത, കടി എന്താ മോളെ വേണ്ടത്? ഉണ്ടാക്കിക്കോളിട്ടോ. എന്നാ കട്ലേറ്റ് ഉണ്ടാക്കിയാലോ? നിനക്കറിയോ? പിന്നല്ലാതെ, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. നിങ്ങൾ കിച്ചണിലേക്ക് വരേ വേണ്ട. അങ്ങനെ ശരി, കട്ലേറ്റ് ഉണ്ടാക്കുക കേട്ടാ. സഫമോള് ഇറങ്ങി വന്നുട്ടോ. ഞാനും കൂടാ. വേണ്ടടാ, നിനക്ക് സുഖമില്ലല്ലോ. ഹേ, അതൊക്കെ റെഡിയായി, ഞാൻ പൊരിക്കാട്ടോ. അങ്ങനെ അവർ ചായക്കടിയും എല്ലാം ടേബിളിൽ നിരത്തിട്ടോ. ഇത്ത വാ, ചായ കുടിക്ക. സഫമോളെ, സുഖമുണ്ടോ? ഓ, സുഖമുണ്ട്. അങ്ങനെ ചായ കുടിക്കാട്ടോ. ഫെബിൻത്ത കട്ലേറ്റിന് കടി എടുത്തിട്ട് ഒരു കടി കടിച്ചു. സൂപ്പർ ആട്ടോ കട്ലേറ്റ്. എന്തൊരു ടേസ്റ്റ്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത്ത വീട്ടിൽ നിന്ന് നോമ്പിനൊക്കെ ദിവസവും കട്ലേറ്റും മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ? ഇനി മുതലാളി വരാൻ സമയമായിട്ടുണ്ട്. മുതലാളി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഇക്ക. ആ മോളെ, എന്താ നിനക്ക് എന്റെ മുഖത്തല്ല സന്തോഷം ഉണ്ടല്ലോ? ഇക്ക, ഇന്നില്ലേ ആ മക്കള് കട്ലേറ്റ് ഉണ്ടാക്കി. ഞങ്ങൾ ചായയും കുടിച്ചു. എന്നിട്ട് എന്തൊരു ടേസ്റ്റ് ഇക്ക കട്ലേറ്റ്. ഓ, പിന്നെ ഇപ്പൊ എനിക്കതൊക്കെ തോന്നും കേട്ടോ. അല്ലിക്ക, നല്ല രസമുണ്ട്. അതല്ലേടി. അല്ലിക്ക, ഇത് കഴിച്ചു നോക്കി. ഈ കട്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കി. ഞാൻ വായിക്ക് വെച്ചരുതാ. സൂപ്പറാട്ടോ. എടി, എന്നാ ഞമ്മളൊന്നുണ്ടല്ലോ രസായിട്ട് മന്തി ഉണ്ടാക്കിയാലോ? അവരെയും കൂട്ടാ. ഞാൻ റെഡിക്കാ. അങ്ങനെ സഫയും സെലിയും നിങ്ങൾ ഇങ്ങോട്ട് വരി മക്കളെ. എന്താ ഞമ്മക്കില്ലേ മന്തിയും അൽഫാമൊക്കെ ഉണ്ടാക്കിയാലോ? ഓ, ഞാനുണ്ട് കേട്ടാ. അവർക്ക് സന്തോഷമായിട്ടോ. അവർ വിചാരിച്ചത് അവർക്ക് സ്വന്തം ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പോൾ മുതലാളിയും വന്നുട്ടോ. ഇത്താ, ഞാനില്ല. സ്വപ്പമോൾക്ക് ബോറാകട്ടോ. സെലിയും പറഞ്ഞു, പഠിച്ചോനെ ഈ മുതലാളിയോ? അതിനെന്താ മക്കളെ, മുതലാളി ഒന്നും ചെയ്യൊന്നുമില്ല. മുതലാളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ. വാ സഫ, ഇങ്ങോട്ട് വാ. അങ്ങനെ സഫമോൾ മനസ്സിലോടെ കേട്ടോ
കിച്ചണിലേക്ക് വന്നിട്ടാ സൂപ്പറായി ഭക്ഷണം ഉണ്ടാക്കാട്ടോ. എന്ത് രസമാണെന്നറിയോ അവരുടെ വീട്ടില്. മുതലാളി ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ സഫാനിന്റെ ഫുഡ്. അങ്ങനെ ഫുഡ് റെഡിയായി മുതലാളിയുടെ ടേബിളിൽ വെച്ച് ഷീറ്റ് വിരിച്ചിട്ടോ ഫുഡ് അതിൽ തട്ടി. എന്നിട്ട് മുതലാളി വരി എല്ലാവരും വരി, ഇതിന്ന് കഴിക്കാം, നമ്മൾ എല്ലാവരും വന്നിട്ട് കഴിക്കാട്ടോ. കെവിൻ വാ സഫ, സെലി വാ, എന്തിനാ മടി കാണിക്കണ, വാ, നമ്മളൊരു വീട്ടിലല്ലേ ഇപ്പൊ ഉള്ളത്, വാ ഇവിടെ ഇരിക്കേ, നിങ്ങൾ അവിടെ ഇരിക്കീത്ത, ഞാനിവിടെ അങ്ങനെ അവിടെ ഇരിക്ക്. അങ്ങനെ അവിടെ ഇരുന്നോട്ടോ. ഇരുന്ന് കഴിച്ചിട്ട് വാരി കഴിക്കുന്നത് കണ്ടിട്ട് മുതലാളിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. സഫയെ നോക്കി ഇങ്ങനെ നോക്കിട്ട്, മോളെ നിന്നെ ഞാൻ സ്വന്തമാക്കും, നോക്കിക്കോ സുന്ദരി പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ പറയാട്ടോ സഫയെ നോക്കിയിട്ട്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടട്ടോ സഫേനോട്. ഇവരെല്ലാം കഴിക്കുന്നതും എല്ലാം സന്തോഷം കൊണ്ടുവന്നത് ഇവരല്ലേ, അതുകൊണ്ടാണ്. അതും ഉണ്ട് സന്തോഷം, നല്ല സന്തോഷത്തോടെ കേട്ടോ പറയാണ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണും. അസ്സലാമു അലൈക്കും.